ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 മത്സരത്തിൽ ടീം ഇന്ത്യ മികച്ചൊരു വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ കരുത്തിൽ അവിശ്വസനീയമായൊരു വിജയം ടീം ഇന്ത്യ പിടിച്ചെടുത്തപ്പോൾ 5 മത്സര T20 പരമ്പരയിൽ ടീം ഇന്ത്യ 2-0 ഇപ്പോൾ മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. മത്സരശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബട്ട്ലറുടെ പ്രതികരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തോറ്റതിന് നിരാശ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടും വിജയം നേടാനായി സാധിക്കാത്തതിന്റെ നിരാശ തന്നെയാണ് ബട്ട്ലർ ആദ്യം പങ്കുവച്ചത്. തങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഇന്ന് പുറത്തെടുക്കാൻ സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു എക്സൈറ്റിംഗ് എൻഡിംഗ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന് ഉണ്ടായത് എന്നും തീർച്ചയായിട്ടും മത്സരത്തിന്റെ ക്രെഡിറ്റ് തിലക് വർമ്മ തങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തപ്പോൾ ടീം ഇന്ത്യക്ക് വിജയം നേടാനായി സാധിക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഡിഫൻഡബിൾ സ്കോർ തന്നെയാണ് തങ്ങൾ നേടിയത്. അതേപോലെ രണ്ടാം ഇന്നിംഗ്സിൽ മുൻനിര ബാറ്റർമാർക്ക് കനത്ത വെല്ലുവിളി ഉയർത്താനും തങ്ങളുടെ ബൗളിങ്ങിന് സാധിച്ചിരുന്നു. തങ്ങളെ സംബന്ധിച്ച് മികച്ച പ്രകടനങ്ങൾ ബാറ്റിംഗിലും ബൗളിങ്ങിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സ്പിന്നർമാർ മികച്ച പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. തങ്ങളുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ മികച്ച രീതിയിൽ തന്നെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ന് തങ്ങളുടെ ബൗളിങ്ങിന് സാധിച്ചിട്ടുണ്ട് എന്നും നല്ല കാര്യങ്ങൾ മാത്രം ഈ മത്സരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അടുത്ത മത്സരത്തിൽ മികച്ച രീതിയിൽ തിരിച്ചുവരുമെന്നാണ് ബട്ട്ലർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മറുഭാഗത്ത് മലയാളി താരം സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന് നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് ഇന്നുണ്ടായത്. 5 റൺസ് മാത്രമാണ് ഇന്ന് സഞ്ജുവിന്റെ സമ്പാദ്യം. പേസർ ജോഫ്ര ആർച്ചറാണ് സഞ്ജുവിനെ ഇന്ന് മടക്കിയത്. 7 ബോളിൽ വെറും 5 റൺസ് മാത്രമേ സഞ്ജുവിന് നേടാൻ സാധിച്ചുള്ളൂ. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ തന്റെ ബോളിംഗ് കോമ്പിനേഷനിൽ വരുത്തിയ മാറ്റമാണ് സഞ്ജുവിനെ ഫ്ലോപ്പാക്കി തന്നെ മാറ്റിയത്. ആദ്യ T20യിൽ നിന്നും വ്യത്യസ്തമായി തന്റെ ടീമിലെ ഏറ്റവും മികച്ച പേസ് ജോഡികളെ തന്നെയാണ് ജോസ് ബട്ട്ലർ ന്യൂ ബോൾ ഏൽപ്പിച്ചത്. ജോഫ്ര ആർച്ചർ ആദ്യ ഓവറിൽ 12 റണ്ണിനായി എത്തിയപ്പോൾ രണ്ടാം ഓവറിൽ മാർക്ക് വുഡ് ആയിരുന്നു ബോളിംഗിനായി എത്തിയത്. ഇരുവശങ്ങളിലും ഇവർ മാറി മാറി എറിഞ്ഞതോടുകൂടി സഞ്ജു സമ്മർദ്ദത്തിലാകുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഇവിടെ സഞ്ജുവിനെ പുറത്താക്കുന്നതിനായി വ്യക്തമായൊരു പ്ലാൻ തന്നെ ബട്ട്ലർ ആസൂത്രണം ചെയ്തതെന്ന് നമുക്ക് കണ്ടിരുന്നു. പുൾ ഷോട്ടിനെ സിക്സറിലേക്ക് പറത്താനുള്ള സഞ്ജുവിന്റെ ശ്രമം ഡീപ് സ്ക്വയർ ലെഗിൽ കാഴ്സിന്റെ കയ്യിൽ അവസാനിക്കുകയായിരുന്നു. ഷോർട്ട് ലെഗിൽ നിന്നും കാഴ്സിനെ ഡീപ് സ്ക്വയറിലേക്ക് ബട്ട്ലറാണ് മാറ്റിയത്. തൊട്ടടുത്ത പന്തിൽ തന്നെ സഞ്ജുവിന്റെ പുൾ ഷോട്ടിന്റെ ശ്രമം വിക്കറ്റിലേക്ക് കൊടുക്കാനും ബട്ട്ലറിന് സാധിച്ചു. ഇവിടെ വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ ഇന്ന് ഇംഗ്ലീഷ് ബോളിംഗ് നേരിട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.